ഹായ് എവ്രി വൺ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ക്രിയോൾസിനെ കുറിച്ചാണ്. ഇതിനു മുൻപുള്ള വീഡിയോയിൽ നമ്മൾ പിഡ്ജിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. പിഡ്ജിൻ എന്താണ് എന്ന് കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. സോ അബൌട്ട് ക്രിയോൾസ്, നമ്മുടെ സെറ്റിൻ്റെ സിലബസിൽ 5th യൂണിറ്റ് ആണ് ഇംഗ്ലീഷ് ഓവർസീസ്. അതിൽ വരുന്ന 2 ടോപ്പിക്കാണ് പിഡ്ജിൻ ആൻഡ് ക്രിയോൾ എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇതിൽ നമ്മൾ പിഡ്ജിൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. 2 അല്ലെങ്കിൽ അതിൽ കൂടുതലോ മൾട്ടിലിംഗ്വൽ ഭാഷകൾ സംസാരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഒരു പർട്ടിക്കുലർ പ്രാക്ടിക്കൽ പർപ്പസിന് വേണ്ടിയിട്ട് ഒന്നിച്ചു വരുമ്പോൾ അവരിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു റെഡ്യൂസ്ഡ് ലാംഗ്വേജ് ആയിട്ടാണ് നമ്മൾ പിഡ്ജിനെ കാണുന്നത്. വളരെ ലിമിറ്റഡ് വൊക്കാബുലറിയും പ്രത്യേകിച്ച് ഗ്രാമർ ഒന്നുമില്ലാത്ത ഒരു പ്രാക്ടിക്കൽ പർപ്പസസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നത്, അതായത് എഫിഷ്യൻറ്റ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആയിട്ടാണ് നമ്മൾ പിഡ്ജിനെ കാണുന്നത്. ഈ പിഡ്ജിൻ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു ലാംഗ്വേജ് ആണ് ക്രിയോൾസ്. അതായത് ഫാദർ ആൻഡ് മദറിൻ്റെ ജനറേഷനിൽ പിഡ്ജിൻ ആയിരിക്കുന്ന ഒരു ലാംഗ്വേജ് അവരുടെ കുട്ടിയുടെ ജനറേഷൻ വരുമ്പോൾ അതൊരു ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ട് ആ കുട്ടി പഠിക്കുന്ന ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ആ ടൈമിലാണ് ആ പിഡ്ജിൻ ഒരു ക്രിയോൾ ആയിട്ട് മാറുന്നത്. അതായത് ക്രിയോൾ എന്ന് പറയുന്നത് തന്നെ, അതായത് അത് പക്ഷെ അതിനെക്കുറിച്ച് പല സ്റ്റഡീസ് ഉണ്ട്. പിഡ്ജിനിൽ നിന്ന് ഡെവലപ്പ് ചെയ്യണമെന്ന് പിഡ്ജിനിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് ക്രിയോൾ എന്നതിൽ നിർബന്ധമില്ല എന്നൊക്കെ ഉള്ളൊരു സ്റ്റഡി ഉണ്ട്. എന്നാലും there is a relationship between pidgin and creole according to most of these studies. അപ്പോൾ ഇതിൽ പറയുന്നത് ഇതാണ്, ഒരു പേരന്റ് ലാംഗ്വേജ് അല്ലെങ്കിൽ പേരൻസ് ഒരു പ്രാക്ടിക്കൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള പിഡ്ജിൻ, ബിക്കോസ് ഓഫ് ഇറ്റ്സ് എഫിഷ്യൻസി ആൻഡ് ബിക്കോസ് ഓഫ് ദി യൂസേജ്, അത് അടുത്തൊരു ജനറേഷനിൽ വരുമ്പോൾ ആ കുട്ടികളുടെ ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ട് അല്ലെങ്കിൽ നേറ്റീവ് ലാംഗ്വേജ് ആയിട്ട് അവർ ആ ലാംഗ്വേജിനെ യൂസ് ചെയ്യുന്നു. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ് പിഡ്ജിൻ ക്രിയോൾ ആയിട്ട് മാറുന്നത്. അതാണ് നമ്മൾ ക്രിയോൾ എന്ന് പറയുന്നത്. സോ സ്പീക്കിംഗ് അബൌട്ട് ക്രിയോൾ, ഇറ്റ് ഈസ് എ സ്റ്റേബിൾ നാച്ചുറൽ ലാംഗ്വേജ് ദാറ്റ് എമർജസ് ഫ്രം ദി simplification and mixing of different languages often originating from a pidgin. അതായത് നമ്മൾ പറഞ്ഞു പിഡ്ജിൻ ഒറിജിനേറ്റ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ സർക്കംസ്റ്റാൻസസിൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ട് 2 അതിൽ കൂടുതലോ ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ, അവർക്കൊരു കോമൺ ലാംഗ്വേജ് ഇല്ല എങ്കിൽ അവർ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഇംപ്രോംപ്റ്റു ആകാം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ബൈ കൺവെൻഷൻ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ലാംഗ്വേജിനെയാണ് നമ്മൾ പിഡ്ജിൻ എന്ന് പറയുന്നത്. സോ ഈ പറയുന്ന പല ലാംഗ്വേജിൻ്റെയും ഒരു റെഡ്യൂസ്ഡ് ലാംഗ്വേജ് ആയിട്ടാണ് നമ്മൾ പിഡ്ജിനെ കാണുന്നത്. പക്ഷേ ഈ പിഡ്ജിൻ സ്ഥിരമായി യൂസ് ചെയ്ത് അതൊരു സ്റ്റേബിൾ നാച്ചുറൽ ലാംഗ്വേജ് ആയിട്ട്, അതായത് അതിൻ്റെതായിട്ടുള്ള ഒരു എസ്റ്റാബ്ലിഷ്ഡ് വൊക്കാബുലറി വരുന്നു, ഒരു ഗ്രാമർ വരുന്നു, സിൻടാക്സ് വരുന്നു. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ അതൊരു സ്റ്റേബിൾ നാച്ചുറൽ ലാംഗ്വേജ് ആയിട്ട് മാറുമ്പോൾ അതിനെയാണ് നമ്മൾ ക്രിയോൾ എന്ന് പറയുന്നത്. സോ ഒരു ഷോർട്ട് പീരീഡ് കൊണ്ട് തന്നെ നേറ്റീവ് സ്പീക്കേഴ്സിൻ്റെ ഒരു ഫുൾ ഫ്ലെഡ്ജ് ലാംഗ്വേജ് ആയിട്ട് ക്രിയോള് എക്സ്പാൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പിഡ്ജിൻ ഒരു ഫുൾ ഫ്ലെഡ്ജ് ലാംഗ്വേജ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോഴാണ് അത് ക്രിയോൾ ആയിട്ട് മാറുന്നത്. സോ ദ സ്റ്റഡി ഓഫ് ക്രിയോൾ ലാംഗ്വേജസിനെയാണ് നമ്മൾ ക്രിയോളജി എന്ന് പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു ഫീൽഡിൽ അതായത് ക്രിയോളിൻ്റെ റിസർച്ചിനെയാണ് നമ്മൾ ക്രിയോളിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു 2 ടേംസ് ഓർക്കുക. ക്രിയോളജി എന്ന് പറഞ്ഞാൽ ദ സ്റ്റഡി ഓഫ് ക്രിയോൾ ലാംഗ്വേജ്, also known as Creology. The researchers in this field are called Creolists. അപ്പം ക്രിയോളിസ്റ്റിക്സ് അല്ലെങ്കിൽ ക്രിയോളജി എന്ന് പറഞ്ഞാൽ ക്രിയോൾ ലാംഗ്വേജിൻ്റെ ഒരു സ്റ്റഡിയാണ്. അത് ചെയ്യുന്ന റിസർച്ചേഴ്സിനെയാണ് നമ്മൾ ക്രിയോളിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർക്കുക. അപ്പോൾ ഈ ഒരു ബേസിക് ഇൻഫോർമേഷനിൽ നിന്ന് തന്നെ ജാൻ 2023 ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. When a pidgin is acquired by children as their native language, it is said to be a dash. When a pidgin is acquired by children as their native language, it is said to be a ക്രിയോൾ. അതായത് ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിലെ ചിൽഡ്രൻ അവരുടെ നേറ്റീവ് ലാംഗ്വേജ് ആയിട്ട് ഒരു പിഡ്ജിനെ സ്വീകരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പിഡ്ജിൻ അവർക്ക് ആക്സസ് ആകുമ്പോൾ ദെൻ ദാറ്റ് പിഡ്ജിൻ ഈസ് ആക്ച്വലി എ ക്രിയോൾ. ഓക്കെ, കാരണം നമ്മൾ പിഡ്ജിൻ പറഞ്ഞൊരു സമയത്ത് നമ്മൾ പറഞ്ഞതാണ് പിഡ്ജിൻ എന്ന് പറയുന്നത് ആരുടെയും നേറ്റീവ് ലാംഗ്വേജ് അല്ല, അതൊരു സെക്കൻഡറി ലാംഗ്വേജ് ആണ്. ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ട് തന്നെ ഉപയോഗിക്കുന്ന ഒരു സെക്കൻഡറി ലാംഗ്വേജ് ആണ്. സോ ഈ സെക്കൻഡറി ലാംഗ്വേജിൽ നിന്ന് ഈ പിഡ്ജിൻ ഒരു നേറ്റീവ് ലാംഗ്വേജിലോട്ട് പ്രൊമോട്ട് ആകുന്ന മൊമെന്റിൽ ദിസ് പിഡ്ജിൻ ടേൺസ് ടു എ ക്രിയോൾ.
Okay, I hope that's clear. So here the correct answer is option A, Creole. ഇനി പിഡ്ജിന്റെ ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ടെൻസ് ടു സിസ്റ്റമൈസ് ഇൻഹെറിറ്റഡ് ഗ്രാമർ ഓഫൻ റെഗുലറൈസിങ് ഇർറെഗുലർ വേർബ്സ്. അതായത് നമ്മൾ പിഡ്ജിൻ പറഞ്ഞൊരു ടൈമിൽ നമ്മൾ പറഞ്ഞു നമ്മൾ പിഡ്ജിനിൽ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഗ്രാമറോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങളും തന്നെ പിഡ്ജിനിൽ കുറവാണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ പിഡ്ജിൻ ക്രിയോൾ ആകുന്ന ഒരു ടൈമിൽ ആ ലാംഗ്വേജസിൽ, അതായത് 2-3 ലാംഗ്വേജസിൽ ഏത് ലാംഗ്വേജ് ആണോ കൂടുതലും പ്രിഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് ആ ലാംഗ്വേജിന്റെ ഗ്രാമർ ഇൻഹെറിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഈ ക്രിയോളിന് വരുവാണ്. അതായത് എസ്പെഷ്യലി ഇറഗുലർ ആയിട്ടുള്ള വേർബ്സിനെ റെഗുലറൈസ് ചെയ്തുകൊണ്ട് ഒരു കൺസിസ്റ്റന്റ് ഗ്രാമർ കൊണ്ടുവരാനായിട്ട് ക്രിയോള് എപ്പോഴും ട്രൈ ചെയ്യും. അതുപോലെ തന്നെ കൺസിസ്റ്റന്റ് സെൻസ് ഓഫ് സിസ്റ്റം ഓഫ് ഗ്രാമർ ആൻഡ് ലാർജ് സ്റ്റേബിൾ വൊക്കാബുലറീസ്. അതായത് പിഡ്ജിനിൽ വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് വൊക്കാബുലറീസ്, ആ ഒരു പർട്ടിക്കുലർ പർപ്പസിനെ സ്യൂട്ട് ചെയ്യുന്ന മാത്രം വൊക്കാബുലറി ആണെങ്കിൽ ക്രിയോൾ എന്ന് പറയുമ്പം അവിടെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് വൊക്കാബുലറി നമുക്ക് കാണാനായിട്ട് പറ്റും. ആൻഡ് അതുപോലെ തന്നെ ആ വൊക്കാബുലറിയുടെ ഒരു ഫീച്ചറാണ് അതിന്റെ സ്റ്റെബിലിറ്റി. കാരണം നമ്മൾ പിഡ്ജിനിൽ പറഞ്ഞു, പിഡ്ജിൻ എന്ന് പറയുമ്പം ഇവിടെ ഒരു വേർഡ് തന്നെ ചിലപ്പം വേറൊരു പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, അതിന്റെ മീനിങ് എക്സ്റ്റെൻഡഡ് ആകാം, അങ്ങനെ പല രീതികളിൽ പിഡ്ജിന്റെ മീനിങ്സ് വരും. അതായത് ഒരു സ്റ്റെബിലിറ്റി ഇല്ലായ്മ നമുക്ക് പിഡ്ജിനിൽ ചിലപ്പം കാണാനായിട്ട് പറ്റും. എന്നാൽ ക്രിയോള് വരുന്ന ഒരു ടൈമിൽ അത് സ്റ്റേബിൾ വൊക്കാബുലറിയും ഒരു കൺസിസ്റ്റന്റ് സിസ്റ്റം ഓഫ് ഗ്രാമറും വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ അക്വയർഡ് ബൈ ചിൽഡ്രൻ ആസ് ദർ നേറ്റീവ് ലാംഗ്വേജ്, ഡിസ്റ്റിങ്വിഷിംഗ് ക്രിയോൾസ് ഫ്രം പിഡ്ജിൻ. അപ്പം അതായത് പിഡ്ജിനെ ക്രിയോളിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ക്രിയോളിനെ പിഡ്ജിനിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നത് ക്രിയോളിന്റെ 3 ഫീച്ചേഴ്സ് ആണ്. ഒന്ന്, ഒരു സ്റ്റേബിൾ, അതായത് ഒരു കൺസിസ്റ്റന്റ് സിസ്റ്റം ഓഫ് ഗ്രാമർ, പിന്നെ ഇറ്റ് പൊസസസ് സ്റ്റേബിൾ വൊക്കാബുലറി, ഇറ്റ് ഈസ് അക്വയർഡ് ബൈ ചിൽഡ്രൻ ആസ് ദർ നേറ്റീവ് ലാംഗ്വേജ്. ഈ 3 ഫീച്ചേഴ്സ് ആണ് ഒരു പിഡ്ജിനും ക്രിയോളും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. അതായത് ഈ 3 ഫീച്ചേഴ്സും ഉള്ളത് ക്രിയോളും ഇല്ലാത്തത് പിഡ്ജിനുമാണ്. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ പിഡ്ജിൻ ആൻഡ് എ ക്രിയോൾ. ഇനി എങ്ങനെയാണ് ഈ ക്രിയോള് വരുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 100 ക്രിയോൾ ലാംഗ്വേജസ് ഹാവ് എമേർജ്ഡ് സിൻസ് 1500. അതായത് ഏകദേശം ഒരു 500 വർഷം അല്ലെങ്കിൽ 500 വർഷത്തിനുള്ളിലാണ് ഈ 100 ടൈപ്പ് ഓഫ് ക്രിയോൾസും ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇതിന് മെയിൻ റീസൺ ആയിട്ട് പറയുന്ന 2 കാര്യങ്ങൾ എന്ന് പറയുന്നത് ഏജ് ഓഫ് ഡിസ്കവറിയും അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡുമാണ്. ഓക്കെ, ഏജ് ഓഫ് ഡിസ്കവറിയും, അതായത് യൂറോപ്യൻ കൊളോണിയൽ എക്സ്പാൻഷൻ നടക്കുന്നു ഏജ് ഓഫ് ഡിസ്കവറിയുടെ ടൈമിൽ. അതുപോലെ തന്നെ ഈ പറയുന്ന അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡും വരുമ്പം ഇംഗ്ലീഷും ഫ്രഞ്ചുമായിട്ട് ഒരുപാട് ക്രിയോൾസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് ക്രിയോൾസ് ബേസ്ഡ് ഓൺ Arabic, Chinese, Malay, etc. And Middle English Creole hypothesis. That is, it suggests that English may have descended from a Creole of Old English, Norman French, Old Norse and Common Britain. ഇതൊരു ഹൈപ്പോത്തിസിസ് ആണ്. അതായത് മിഡിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് തന്നെ ഒരു ക്രിയോൾ ആണ് എന്നാണ് പറയുന്നത്. കാരണം ആംഗ്ലോ നോർമൻസ് വരുന്ന ഒരു ടൈമിൽ ഇംഗ്ലണ്ടിൽ ഒരുപാട് ലാംഗ്വേജസ് വരുന്നു. അതായത് കോമൺ ആയിട്ടുള്ള കോമൺ പീപ്പിൾ they were speaking in Anglo-Saxon, they were speaking in Anglo-Saxon language. അതുപോലെ തന്നെ നോർമൻസ് വരുന്നൊരു സമയത്ത് അവർ സംസാരിക്കുന്നത് നോർമൻ ലാംഗ്വേജ് ആണ്, പിന്നീട് ലാറ്റിൻ ലാംഗ്വേജ്, പിന്നെ അതുകൂടാതെ കോമൺ ബ്രിട്ടോണിക്, നോർമൻ, അങ്ങനെ ഒരുപാട് ലാംഗ്വേജസ് മിക്സ് ചെയ്ത് വന്നപ്പം അതിൻ്റെ ഒരു എൻഡ് റിസൾട്ട് ആയിട്ട് വരുന്ന ഒരു ക്രിയോൾ ആയിട്ടാണ് മിഡിൽ ഇംഗ്ലീഷ് എന്നുള്ളൊരു മിഡിൽ ഇംഗ്ലീഷ് ക്രിയോൾ ഹൈപ്പോത്തിസിസും ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. സോ അപ്പോൾ ഹിസ്റ്റോറിക്കലി ക്രിയോൾസ് എന്ന് പറയുന്നത് ഒരു ഡീജനറേറ്റ് വേരിയൻസ് ആയിട്ടായിരുന്നു കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത്. അതിനെ ഒരു നമ്മൾ ഈ പറയുന്ന പോലെ ഭയങ്കര പരമ്പരാഗത മൂല്യമുള്ളൊരു കാര്യമായിട്ടായിരുന്നില്ല ക്രിയോൾസിനെ കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ അവരുടെ പേരന്റ് ലാംഗ്വേജിന്റെ ഒരു ഡയലക്റ്റ് ആയിട്ട്, പിഡ്ജിനേക്കാളും കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു കാര്യമാണ് ഡയലക്റ്റ്. അപ്പം ഡയലക്റ്റ് ആയിട്ടായിരുന്നു നോർമലി കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പല ക്രിയോൾസും സ്റ്റിഗ്മറ്റൈസ് ആയി പോയിട്ടുണ്ട്, അല്ലെങ്കിൽ പലതും എക്സ്റ്റിങ്ക്റ്റ് ആയി പോയിട്ടുണ്ട് ബിക്കോസ് ഓഫ് ദീസ് റീസൺസ്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു നമ്പർ ആൻഡ് ഒറിജിൻസ് എന്ന് പറയുന്നത്. ഇനി
ക്രിയോൾസിന്റെ ലെക്സിക്കോൺ ആൻഡ് ഗ്രാമർ എടുക്കുകയാണെങ്കിൽ ലെക്സിക്കോൺ മെയിൻലി ഡിറൈവ് ഫ്രം പേരന്റ് ലാംഗ്വേജസ് പർട്ടിക്കുലർലി ഓഫ് ദി ഡൊമിനന്റ് ഗ്രൂപ്പ് ഇൻ ദി സോഷ്യൽ കോണ്ടെക്സ്റ്റ് ഓഫ് ദി ക്രിയോൾ ഫോർമേഷൻ. അതായത് നമ്മൾ പറഞ്ഞ ഒരു ക്രിയോൾ ഫോർമേഷനിൽ രണ്ടോ അതിൽ കൂടുതലോ ലാംഗ്വേജസിന്റെ ഒരു ക്രോസ് ഫെർട്ടിലൈസേഷൻ അവിടെ നടക്കുന്നുണ്ട്. ഈ ക്രോസ് ഫെർട്ടിലൈസേഷനിൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് കുറച്ച് പ്രീഡോമിനന്റ് ആയിരിക്കും. അപ്പൊ ആ പ്രീഡോമിനന്റ് ലാംഗ്വേജിൽ നിന്നാണ് പൊതുവെ ഈ ക്രിയോൾസിന്റെ ലെക്സിക്കോൺസ് ഡിറൈവ് ചെയ്യുന്നത്. ഫോണറ്റിക് ആൻഡ് സെമാന്റിക് ഷിഫ്റ്റ്സ് are common. Evolved grammar may have unique features distinct from parent language. പക്ഷേ ഈ പറഞ്ഞതുപോലെ ക്രിയോളിന് പേരന്റ് ലാംഗ്വേജുമായിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഗ്രാമർ അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള റൂൾസിനൊക്കെയുള്ള ചാൻസസ് കൂടുതലാണ്. ഇനി ക്രിയോളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേരാണ് നേറ്റീവൈസേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞു ഒരു ക്രിയോൾ ആകുന്നത് പിഡ്ജിൻ, അതായത് അഡൽട്സ് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പിഡ്ജിൻ ചിൽഡ്രൻ്റെ നേറ്റീവ് ലാംഗ്വേജ് ആയിട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ട് പ്രൈമറി ലാംഗ്വേജ് ആയിട്ട് മാറുന്ന ഒരു മൊമെന്റിലാണ് ഒരു പിഡ്ജിൻ ക്രിയോൾ ആയിട്ട് മാറുന്നത്.
ആ പിഡ്ജിൻ ക്രിയോൾ ആയിട്ട് മാറുന്ന മൊമെന്റിനെയാണ് നമ്മൾ നേറ്റീവൈസേഷൻ എന്ന് പറയുന്നത്. അതായത് അഡൽട്ടിന്റെ സെക്കൻഡ് ലാംഗ്വേജ് ത്രൂ ദി പ്രോസസ് ഓഫ് നേറ്റീവൈസേഷൻ ബിക്കംസ് ദി നേറ്റീവ് ലാംഗ്വേജ് ഓഫ് ദി ചിൽഡ്രൻ. അതാണ് നേറ്റീവൈസേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റഡി നടത്തുന്നത് 1960s റോബർട്ട് ഹോൾ എന്ന് പറയുന്ന ഒരു ലിംഗ്വിസ്റ്റ് ആണ് പിഡ്ജിനും ക്രിയോളും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുവരുന്നത്. ഇനി നമ്മൾ ക്രിയോൾസിന്റെ ഒരു സ്റ്റഡി എടുക്കുകയാണെങ്കിൽ അതൊരു ലാംഗ്വേജ് സ്റ്റഡി ആയതുകൊണ്ട് തന്നെ ഒരുപാടുണ്ട്. എന്നാലും മെയിൻ ആയിട്ടുള്ള ഇതിന്റെ ഒരു ഡിസ്റ്റിങ്ഷൻ, അതായത് ടൈപ്സ് ഓഫ് ക്രിയോൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്നത്, പിഡ്ജിൻ പറഞ്ഞപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, പിഡ്ജിൻസ് എപ്പോഴും ഡെവലപ്പ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ടാണ്. അതായത് ടൂറിസം ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സ്ലേവറി, അങ്ങനെ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റ് ബേസ് ചെയ്തായിരിക്കാം. അപ്പൊ ആ ഒരു ഡെവലപ്മെന്റിനെയാണ്, ആ ഒരു ഡിഫറൻസിയേഷനാണ് നമുക്കിവിടെ ക്രിയോൾസിലും കാണാനായിട്ട് പറ്റുന്നത്. സോ ദ ഫസ്റ്റ് വൺ ഈസ് പ്ലാന്റേഷൻ ക്രിയോൾസ്. പ്ലാന്റേഷൻ ക്രിയോൾസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡെവലപ്ഡ് ഓൺ പ്ലാന്റേഷൻസ് ഓഫൻ വിത്ത് എ മിക്സ് ഓഫ് യൂറോപ്യൻ ലാംഗ്വേജസ് ആൻഡ് ലാംഗ്വേജസ് ഓഫ് എൻസ്ലേവ് പീപ്പിൾ. നമ്മൾ പറഞ്ഞു ഏജ് ഓഫ് ഡിസ്കവറിയും അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡുമാണ് ഈ പറയുന്ന ക്രിയോൾസ് ഫോം ചെയ്യുന്നതിന്റെ മെയിൻ റീസൺ. അപ്പം അതിന്റെ ആ ഒരു സ്ലേവ് ട്രേഡിന്റെ ഒക്കെ ഒരു മെയിൻ ഏരിയ ആണ് പ്ലാന്റേഷൻ ക്രിയോൾസ് എന്ന് പറയുന്നത്. അത് ആ ഒരു പ്ലാന്റേഷനിൽ നിൽക്കുന്ന ആളുകൾ, അപ്പം ആ പ്ലാന്റേഷൻ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഇറ്റ് മൈറ്റ് ബി ഏക്കേഴ്സ് ആൻഡ് ഏക്കേഴ്സ് ആൻഡ് ഏക്കേഴ്സ് ഓഫ് ലാൻഡ്സ്. അപ്പോൾ അവരുടെ മക്കളുടെ മക്കൾ അവരെല്ലാം അവിടെ തന്നെയായിരിക്കും താമസിക്കുന്നതും സർവൈവ് ചെയ്യുന്നതും എല്ലാം. അപ്പം അവിടുത്തെ ലാംഗ്വേജിനെയാണ് നമ്മൾ പ്ലാന്റേഷൻ ക്രിയോൾസ് എന്ന് പറയുന്നത്. പിന്നെ ഫോർട്ട് ക്രിയോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ പോകും, അതായത് യൂറോപ്യൻ ട്രേഡിന്റെ ടൈമിൽ ഇവരൊരു സ്ഥലത്ത് പോകുന്നു, അവർക്കൊരു ഫോർട്ട് കിട്ടുന്നു, ആ ഫോർട്ടിലെയും ആ ലോക്കൽ പോപ്പുലേഷനെയും ചുറ്റിപ്പറ്റിയുള്ള ലാംഗ്വേജ്. പിന്നെ മറൂൺ ക്രിയോൾസ്, ഇറ്റ് വാസ് ഡെവലപ്ഡ് ഇൻ കമ്മ്യൂണിറ്റീസ് ഓഫ് എസ്കേപ്പ് സ്ലേവ്സ് ഹൂ ഫോംഡ് ഐസൊലേറ്റഡ് സെറ്റിൽമെന്റ്സ്, അതായത് സ്ലേവറിയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോകുന്ന ആളുകൾ. പിന്നെ ക്രിയോളൈസ്ഡ് പിഡ്ജിൻസ് ദാറ്റ് എവോൾവ്ഡ് ഇൻടു ഫുള്ളി ഡെവലപ്ഡ് ക്രിയോൾസ് ഓവർ ടൈം. ഇങ്ങനെ 4 ടൈപ്സ് ഓഫ് ക്രിയോൾസ് ആണ് നമുക്കുള്ളത്. പ്ലാന്റേഷൻ ക്രിയോൾസ്, ഫോർട്ട് ക്രിയോൾസ്, മെറൂൺ ക്രിയോൾസ് ആൻഡ് ക്രിയോളൈസ്ഡ് പിഡ്ജിൻസ്. അപ്പം ഈ പറഞ്ഞതുപോലെ പതുക്കെ പിഡ്ജിൻ, അതായത് ഒരു പിഡ്ജിൻ ക്രിയോളായി മാറുന്ന ഒരു സമയത്ത് പേരന്റ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഈ ഒരു പിഡ്ജിൻ സ്ലോലി ഡിസപ്പിയർ ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ക്രിയോളിന്റെ ഒരു ഒറിജിൻ അല്ലെങ്കിൽ അതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് ഓഫൻ ഡിസ്പ്യൂട്ടഡ്. നമുക്കിതൊരു എന്താണ് ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ലൈക്ക് ആക്യുറേറ്റ് ക്ലാസിഫിക്കേഷൻ ആയിട്ട് നമുക്ക് ഇതിനെയൊക്കെ എടുക്കാനായിട്ട് പാടാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഒരു ക്രിയോൾ എടുക്കുകയാണെങ്കിൽ ക്രിയോളിലെ ലെക്സിക്കോൺസ് വരുന്നത് ഒരു പർട്ടിക്കുലർ ലാംഗ്വേജിൽ നിന്നല്ല, പല ലാംഗ്വേജസിൽ നിന്നാകാം. അപ്പം വീണ്ടും ആ ഒരു ക്ലാസിഫിക്കേഷൻ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആകാം. അതുപോലെ തന്നെ ഒരു ക്രിയോളിൽ യൂസ് ചെയ്യുന്ന ഗ്രാമർ എന്ന് പറയുന്നത് നോർമലി ഒറിജിനൽ ആണ്, അല്ലാതെ ഒരു ഡയറക്ട്ലി ഇൻഫ്ലുവൻഷ്യൽ ആയിരിക്കത്തില്ല. എഗെയിൻ ദാറ്റ് കോംപ്ലിക്കേറ്റ്സ് ക്ലാസിഫിക്കേഷൻ. അതുകൊണ്ട് പല ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് വന്നാലും ഇതിനെല്ലാം തന്നെ ക്രിറ്റിസിസം അല്ലെങ്കിൽ ഡിസ്പ്യൂട്ട്സ് കോമൺ ആണ്. ഇനി ഇതിൽ വരുന്ന 2 കാറ്റഗറിയാണ് സബ്സ്ട്രേറ്റും സൂപ്പർസ്ട്രേറ്റും. ഈ പേരുകൾ ഓർത്തിരിക്കുക, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. സബ്സ്ട്രേറ്റും സൂപ്പർസ്ട്രേറ്റും. സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ദ സോഴ്സ് ലാംഗ്വേജ് ദാറ്റ് നേറ്റീവ് സ്പീക്കേഴ്സ് ആർ കമ്പൽഡ് ടു അബാൻഡൻ ഡ്യൂറിങ് ലാംഗ്വേജ് റീപ്ലേസ്മെന്റ്. അതായത് നമ്മൾ സംസാരിക്കുന്ന ഒരു ലാംഗ്വേജ് നമ്മുടെ പല സിറ്റുവേഷൻ കൊണ്ടും നമുക്കത് ഉപയോഗിക്കാൻ, അതായത് അതിനെ ഉപേക്ഷിക്കാനായിട്ട് നമ്മൾ പ്രേരിപ്പിക്കപ്പെടുമ്പോൾ അങ്ങനെ ഒരു ലാംഗ്വേജിനെയാണ് നമ്മൾ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഈ പിഡ്ജിൻ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മുടെ നേറ്റീവ് ലാംഗ്വേജ് അവിടെ അബാൻഡൻ ചെയ്യണം. അപ്പം ആ നേറ്റീവ് ലാംഗ്വേജിനെ അല്ലെങ്കിൽ സോഴ്സ് ലാംഗ്വേജിനെയാണ് നമ്മൾ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത്. സൂപ്പർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സബ്സ്ട്രേറ്റിനെ ഗ്രാജുവലി റീപ്ലേസ് ചെയ്യുന്നത്, അതായത് ഏത് ലാംഗ്വേജ് സംസാരിക്കാനാണോ നമ്മൾ നമ്മുടെ ഒറിജിനൽ നേറ്റീവ് ലാംഗ്വേജിനെ അബാൻഡൻ ചെയ്തത് ആ ലാംഗ്വേജിനെയാണ് നമ്മൾ സൂപ്പർ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതായത് ഫോർമൽ കോണ്ടെക്സ്റ്റിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ന്യൂ ലാംഗ്വേജ്. So substrate influence is often limited to pronunciation and a few loanwords, and the substrate may disappear entirely. അതായത് നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞു, അതായത് ഒരു ക്രിയോള് വരുമ്പം അവരുടെ പേരന്റ് ലാംഗ്വേജ് അല്ലെങ്കിൽ പിഡ്ജിൻ പതുക്കെ എന്താണ് ഡിസപ്പിയർ ചെയ്ത് പോകും. അപ്പം സബ്സ്ട്രേറ്റ് പൊതുവെ അബാൻഡൻ ആയി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ജസ്റ്റ് മിഡിൽ ഇംഗ്ലീഷ് ഹൈപ്പോത്തിസിന്റെ കേസ് എടുക്കുവാണെങ്കിൽ, മിഡിൽ ഇംഗ്ലീഷ് ഒരു ക്രിയോൾ ആണെന്നുള്ള ഒരു ഹൈപ്പോത്തിസിസ് നമ്മൾ എടുക്കുവാണെങ്കിൽ ഓൾഡ് ഇംഗ്ലീഷ് പോയതുപോലെ, ഓക്കെ, ഓൾഡ് ഇംഗ്ലീഷ് നമ്മളിപ്പോൾ സംസാരിക്കുന്നില്ല, അതിലെ പല വൊക്കാബുലറിയുടെയും അർത്ഥങ്ങൾ മാറുന്നു, അവരുടെ ഗ്രാമർ മാറി, അത് കംപ്ലീറ്റ്
കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഉപേക്ഷിച്ചു. അപ്പം അതാണ് സബ്സ്ട്രേറ്റ്. പുതിയ ലാംഗ്വേജിനെയാണ് നമ്മൾ സൂപ്പർ സ്ട്രേറ്റ് എന്ന് പറയുന്നത്. So this substrate superstate model, it is well defined in second language acquisition. അപ്പം second language acquisitionലെ ഒരു മെയിൻ ടോപ്പിക് ആണ് സബ്സ്ട്രേറ്റ് സൂപ്പർസ്ട്രേറ്റ്. പക്ഷെ ക്രിയോൾ ജെനസിസിൽ ഇതിപ്പോഴും ഒരു ഡിസ്പ്യൂട്ടഡ് ടേം ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. Okay, പിന്നെ in Creole formation, multiple languages contribute to the emerging language without one being a direct replacement for another. In Atlantic Creole, superstate typically refers to European languages while substrate refers to non-European or African language. അപ്പോൾ ആ ഒരു സബ്സ്ട്രേറ്റ് സൂപ്പർസ്റ്റേറ്റ് മോഡൽ ഒന്ന് ഓർത്തിരിക്കാം. And there was a question from July 2023. In hypothesis regarding the development of Creole vernaculars, the term substrate refers to. Okay, in hypothesis regarding the development of Creole vernaculars, the term substrate refers to. അത് നമ്മളിവിടെ പറയുന്നുണ്ട്. In Atlantic, substrate, superstrate typically refers to European language while substrate refers to non-European or African language. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് the local non-European language. അതിനെയാണ് നമ്മൾ സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞത്. അപ്പം സബ്സ്ട്രേറ്റ് സൂപ്പർസ്ട്രേറ്റ് മോഡൽ ഒന്ന് ഓർത്തിരിക്കാനായിട്ട് ട്രൈ ചെയ്യുക. ഇനി അതുപോലെ തന്നെ ക്രിയോളിൽ വരുന്ന വേറൊരു ടേം ആണ് ഡീക്രിയോളൈസേഷൻ. ഓക്കെ, കാരണം ക്രിയോൾ ലാംഗ്വേജിനെയും ഒരു ഡെറിവേറ്റീവ് ലാംഗ്വേജ് ആയിട്ടാണ് അല്ലെങ്കിൽ ഒരു പേരന്റ് ലാംഗ്വേജിന്റെ ഡയലക്റ്റ് ആയിട്ടാണ് കാണുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ക്രിയോൾ ലാംഗ്വേജിന് പൊതുവെ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റസ് ഇല്ല. അതുകൊണ്ട് തന്നെ the speakers to conform the speech to one of the parent language. അപ്പം പല ക്രിയോൾ ലാംഗ്വേജും എക്സ്റ്റെൻഡ് ആയി പോകുന്നതിന്റെ തന്നെ റീസൺ ഈ പറഞ്ഞതുപോലെ പേരന്റ് ലാംഗ്വേജിലോട്ട് തിരിച്ചു വരാനായിട്ടുള്ള ഒരു ടെൻഡൻസിയാണ്. ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഡീക്രിയോളൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു പോസ്റ്റ് ക്രിയോൾ സ്പീച്ച് കോണ്ടിന്യൂം ആണ് വിത്ത് സിഗ്നിഫിക്കൻറ്റ് വേരിയേഷൻ ആൻഡ് ഹൈപ്പർ കണക്ഷൻ. അതായത് ക്രിയോൾസിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഗ്രാമർ ആയിരിക്കും, കുറച്ചും കൂടി ഇന്റേണൽ വേരിയബിലിറ്റി ആയിരിക്കും ഇതിനു മുമ്പുള്ള ലാംഗ്വേജസിനേക്കാളൊക്കെ ഉള്ളത്. അപ്പം ഇവിടെ ഈ പറയുന്ന ക്രിയോള് ഒരു സബ്സ്റ്റാൻഡേർഡ് ആയിട്ട് കാണുന്നത് കൊണ്ട് നമ്മൾ തിരിച്ചു പോകുവാണ്. ഓക്കെ, പക്ഷെ ഈ തിരിച്ചു പോകുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. ബിക്കോസ് ഓൾറെഡി ഇവിടെ റൂൾസും കാര്യങ്ങളൊക്കെ എസ്റ്റാബ്ലിഷ്ഡ്. അപ്പൊ ആ ഒരു പോസ്റ്റ് ക്രിയോൾ സ്റ്റേറ്റിനെയാണ് നമ്മൾ ഡീക്രിയോളൈസേഷൻ എന്ന് പറയുന്നത്. Okay, so the European languages that influence Creoles belong to the same subgroup of Western Indo-European languages with convergent grammars. അതായത് ക്രിയോൾസിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള യൂറോപ്യൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് വെസ്റ്റേൺ ഇൻഡോ യൂറോപ്യന്റെ സബ് കാറ്റഗറി തന്നെ വരുന്നുണ്ട്. അതായത് അൾട്ടിമേറ്റ്ലി ഇവർക്കൊക്കെ തമ്മിലും ഒരു സിമിലാരിറ്റി ഉണ്ട്. സോ ലിംഗ്വിസ്റ്റ് ബെഞ്ചമിൻ വോർഫ് ഹൈപ്പോത്തിസിസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഗ്രൂപ്പ് ദീസ് ലാംഗ്വേജസ് ഇൻ ടു എ സിംഗിൾ സ്റ്റാൻഡേർഡ് ആവറേജ് European language group. French and English are particularly close, with English borrowing extensively French, and similarities among Creoles may thus result from the similar linguistic parentage rather than being inherent to all Creoles. ഇനി ഈ ക്രിയോൾ ലാംഗ്വേജിന്റെ ഒറിജിനെ കുറിച്ച് ഒരുപാട് തിയറീസ് ഉണ്ട്. അതിലൊരു തിയറിയാണ് യൂറോപ്യൻ ഇൻപുട്ട് തിയറി. അതായത് ക്രിയോൾസിന്റെ ഫോർമേഷനിലോട്ട് യൂറോപ്യൻ ലാംഗ്വേജിന്റെ ഇൻഫ്ലുവൻസിനെ ബേസ് ചെയ്യുന്ന തിയറീസ്, അതാണ് യൂറോപ്യൻ ഇൻപുട്ട് തിയറീസ് എന്ന് പറയുന്നത്. ക്രിയോൾസിന്റെ ഫോർമേഷനിൽ യൂറോപ്യൻ ലാംഗ്വേജസിന് എത്ര ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് നോക്കുന്ന തിയറി. പിന്നെ നോൺ യൂറോപ്യൻ ഇൻപുട്ട് തിയറീസ്. അപ്പൊ ഇവിടെ അതായത് ഇറ്റ് എംഫസൈസസ് ദി റോൾ ഓഫ് നോൺ യൂറോപ്യൻ ലാംഗ്വേജസ് ആൻഡ് കൾച്ചർ. നോൺ യൂറോപ്യൻ ആയിട്ടുള്ള ലാംഗ്വേജസും കൾച്ചേഴ്സും ക്രിയോൾ ജെനസിസിൽ എന്തുമാത്രം ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ള ഒരു തിയറി. പിന്നെ ഗ്രാജുവലിസ്റ്റ് ആൻഡ് ഡെവലപ്മെന്റൽ ഹൈപ്പോത്തസിസ്, അതായത് ക്രിയോൾ എന്ന് പറയുന്നത് ഓവർ ടൈമിൽ ഒരു സിംപ്ലർ ഫോമിൽ നിന്ന് പതുക്കെ ഇവോൾവ് ആകുന്നതാണ് എന്നുള്ളൊരു തിയറി. പിന്നെ യൂണിവേഴ്സലിസ്റ്റ് അപ്രോച്ച്, അതായത് ഇറ്റ് പ്രൊപ്പോസ് ദാറ്റ് യൂണിവേഴ്സൽ ലിംഗ്വിസ്റ്റിക് പ്രിൻസിപ്പൽസ് ഓർ പ്രോസസ് അണ്ടർലൈ ദ ക്രിയേഷൻ ഓഫ് ക്രിയോൾസ്. ഓക്കെ, അത് പ്രൊപ്പോസ് ദാറ്റ് യൂണിവേഴ്സൽ ലിംഗ്വിസ്റ്റിക് പ്രിൻസിപ്പൽസ്, അതായത് ഒരു ക്രിയോൾ ജെനസിസിൽ യൂണിവേഴ്സൽ ആണ്. എവിടെ ഒരു ക്രിയോൾ ജനറേറ്റ് ചെയ്താലും അതിൻ്റെ പിന്നിൽ ഒരു യൂണിവേഴ്സൽ തിയറി ഉണ്ടെന്നുള്ളത്. And now there was a question in July 2022. The three major hypotheses regarding the structural development of Creole vernaculars. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞു വെർജിൻ പിഡ്ജിൻ ക്രിയോൾ, ആഫ്രിക്കൻ
ഏഷ്യൻ അമേരിക്കൻ, സബ്സ്ട്രേറ്റ്, സൂപ്പർ സ്റ്റേറ്റ്, യൂണിവേഴ്സലിസ്റ്റ്, സെലക്ഷൻ, ഇൻക്ലൂഷൻ, എക്സ്ക്ലൂഷൻ. അപ്പൊ നമ്മൾ പറഞ്ഞ 3 കാര്യങ്ങൾ എന്ന് പറയുന്നത് സബ്സ്ട്രേറ്റ്, സൂപ്പർ സ്റ്റേറ്റ് ആൻഡ് യൂണിവേഴ്സലിസ്റ്റ് ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ക്രിയോളിനെ കുറിച്ചാണ്. സോ നമ്മൾ ക്രിയോളിന്റെ ഡെഫിനിഷൻ പറഞ്ഞു, ക്രിയോളിന്റെ ഒറിജിൻ പറഞ്ഞു, ക്രിയോളിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞു, ക്രിയോളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ടൈപ്സുകൾ നമ്മൾ പറഞ്ഞു, ലൈക്ക് സൂപ്പർ സ്ട്രേറ്റ്, സബ്സ്ട്രേറ്റ്, യൂണിവേഴ്സലിസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ആൻഡ് ദെൻ വി ഡിസ്കസ് ദി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക് യു.